എക്സ്റേ 350, ECG 340, മൂത്രം 40. ഇല്ലാടാ 3550 രൂപയോ? ദൈവമേ. നിന്നോട് ഞാൻ അപ്പോഴേ പറഞ്ഞല്ലോ ഈ കളവന്മാരെ തട്ടിക്കൊണ്ടുവന്ന ഐഡിയ ഒന്നും വർക്കാവൂലെന്ന്. എൻ്റെ പൊന്നളിയ ഈ അമ്മച്ചിമാരാകുമ്പോൾ നമ്മൾ വലിയ ബലപ്പെടുത്തൊന്നും കാണിക്കണ്ട. ചിരിച്ചോണ്ട് അവരുടെ ഫ്രണ്ട് ചെന്നിട്ട് അമ്മച്ചി ബാ അപ്പുറത്തെ ജംഗ്ഷനിലോട്ടാക്കാന്ന് പറഞ്ഞാൽ അവരും ചിരിച്ചോണ്ട് വണ്ടി കയറൂലേ. ഈ പൈസയുള്ള വീട്ടിലാണെങ്കിൽ എങ്ങനെ പോയാലും ഒരു 2 പവൻ്റെ മാലയെങ്കിലും അവരുടെ കഴുത്തേ കാണും. ഈ സാധനമൊക്കെ പ്രതീക്ഷയാണ് ഞാൻ അവരെ വണ്ടിയിലോട്ട് കയറ്റിയത്. വലിയുള്ള വല്യമ്മച്ചിയാന്ന് ഞാൻ അറിഞ്ഞു. വെറുതെ വീട്ടുകളെ ഓക്സിജൻ കൊടുത്താനാണോ ദൈവം ഈ നാറുകൾ ഇത്രയും ബില്ലടിച്ചു തന്നത്? നിങ്ങളാണോ പറഞ്ഞ വണ്ടി കൊണ്ട് പ്രൈവറ്റ് ഹോസ്പിറ്റലിൽ കയറ്റാൻ? നിന്റെ അച്ഛൻ ഇരിക്കുന്നു ബില്ലടയ്ക്കാൻ. അവനോട് അതെടുത്ത് കുത്താൻ പറ. അത് പോട്ടെ, ഇതിനിടയ്ക്ക് എന്തിനാണ് മാവേലി സ്റ്റോറിന്റെ ബില്ല്? അതാ അമ്മച്ചിയുടെ വീട്ടിൽ ആരും ഇല്ലെന്നും പിന്നെ മക്കളൊക്കെ ഇട്ടിട്ട് പോയെന്നും പിന്നെ 5 നേരം പട്ടിണിയാന്നൊക്കെ പറഞ്ഞപ്പോൾ നമ്മളിവിടെ 3 നേരം മന്തിയാണല്ലോ. അണ്ണാ ഞാൻ പോട്ടാ, എനിക്ക് 3 മണിക്ക് സ്കൂൾ ഓട്ടം ഉണ്ട്, പിള്ളേരെ വിളിക്കാൻ പോണം. ഈ സ്കൂൾ ഓട്ടം പോകുന്നതിനെ കൊണ്ടാണ് കിഡ്നാപ്പിങ്ങിന് വരുന്നത്. അത് പിന്നെ കിഡ്നാപ്പിംഗ് എന്ന് പറഞ്ഞാൽ ബുദ്ധിയുള്ള ഇവനേലും വരൂ. ഇവനാകുമ്പോ എന്താ ഏതാ ഒന്നും അറിയണ്ട, ഓട്ടം മാത്രം കിട്ടിയാൽ മതി. ബുദ്ധിയില്ല, ചെവിയും കേൾക്കത്തില്ല. ഡെഡ്ലി കോമ്പിനേഷൻ. അത്തച്ചിട്ടി നടത്തി നാട്ടുകാരെ മുഴുവൻ വട്ടത്തിൽ പറ്റിച്ച് നാണം കെട്ട് നാട് വിട്ട് എന്തെങ്കിലും കുറച്ച് ഫ്രോഡ് പരിപാടി കാണിച്ച് കാശുണ്ടാക്കാതെ വെച്ചാൽ നീമാരതൊന്നും സമ്മതിക്കില്ലൂടെ നാറികളെ. അളിയ, നമുക്ക് വല്ല ബാങ്ക് കുത്തി തുറക്കുന്നതിനെ പറ്റി ചിന്തിച്ചാലോ? അത്രയ്ക്കൊക്കെ ബുദ്ധി ഉണ്ടോടാ നമുക്ക്? അപ്പോൾ നമുക്ക് ഈ കിഡ്നാപ്പിംഗ് ഒന്നും വേണ്ടടാ. നമുക്ക് പഴയ പോലെ വണ്ടി പാർട്സ് വല്ല അടിച്ചു മാറ്റി ജീവിക്കുന്ന പരിപാടി നോക്കിയാൽ പോരെ. വിജയ, ഈ പേരും പറ്റുകൊണ്ട് ഇങ്ങനെ തോൽവി വർത്താനം പറയല്ലേ. എടാ, പെട്ടെന്ന് കാശുണ്ടാക്കി എന്തെങ്കിലും വേറെ മാർഗമൊന്നും കാണുന്നില്ല. നമ്മുടെ കൊക്കിന് ഒതുങ്ങുന്ന പോലെ ഏതെങ്കിലും ഒരെണ്ണത്തിന് എവിടുന്നേലും നമ്മൾ നാളെ പൊക്കിയിരിക്കും. നാളെ ഇനി ആരെ കിഡ്നാപ്പാനാ? നീ ഒന്ന് ധൈര്യമായിട്ടിരിക്കുക. ഇനി മുഖ്യമന്ത്രിയുടെ മോളാണെങ്കിലും ശരി, എങ്ങനെയും നമ്മൾ നാളെ പൊക്കിയിരിക്കും. അത് കഴിഞ്ഞിട്ട് ഈ KP അപ്പുമോന് ചില പാനുള്ളൂ. കൊടുകൈ സെറ്റാക്കാം. That's my boy. ശ്രവണ, വണ്ടി എടുത്തോ. ശ്രവണ, എന്താ വണ്ടി എടുത്തോ? ഉച്ചയൂണ് കഴിഞ്ഞിട്ട് ആളെ ഒന്നും കിട്ടുന്നില്ലല്ലോടാ. കുറച്ചേരം കിടന്നൊന്ന് ഉറങ്ങിയാലോ, ഭയങ്കര ക്ഷീണം. അടിച്ച ഉറക്കും ഞാൻ. ഊണിന്റെ ആയിരിക്കൂല്ലേ? സ്കൂൾ ഓട്ടം സമയം വിടാ, ഇന്ന് ഞാൻ സ്കൂളിൽ വിടാം. ഓട്ടം കളയാൻ പറ്റില്ല, അതാ. പ്രിയമുള്ളൊരാളാരോ വരുവാനുണ്ടെന്നു ഞാൻ വെറുതെ മോഹിച്ചുവല്ലോ. നോക്കടാ, ഒരുത്തിടാ, നോക്കടാ. വണ്ടി എടുക്കടാ. ആദ്യം നീ ഇതിനൊരു തീരുമാനോട്ടാക്ക്. ആമ്പിളിപ്പറില്ലാത്തവനെ കൊണ്ട് അലോലോകം ഉണ്ടാക്കാൻ വന്നേക്കുന്നത്. അതോ ലോകം എന്തുണ്ടാക്കിയാലും ഇവനെ കൊണ്ടല്ലേ പോകുന്നത്. അതൊന്ന് എടുത്ത് തിരി കഴിഞ്ഞാത്ത് വണ്ടി ഇട്.
എങ്ങനെയാ വാ പോവാം. വണ്ടി എടുക്കട്ടെ. അണ്ണാ നിങ്ങൾ എവിടെ വിടണം, എനിക്ക് സ്കൂളിൽ പോവാൻ സമയമായി. ആ മുഖം മൂടി ഒന്ന് ഓരിക്കേ, ഞാനൊന്ന് കാണട്ടെ. എന്താ ഇത്ര നാണിക്കാൻ? ഇത് അങ്ങനെയൊന്നും ഊരാൻ പറ്റൂല. ഓ ഇനി എന്തല്ല ഊരാ കിടക്കുന്നത്, അങ്ങോട്ട്. എടാ അപ്പുവേ, ഇത് ഇങ്ങനൊന്നും അല്ലല്ലോടാ. അതാ എനിക്ക് ഒന്നും മനസ്സിലാവുന്നില്ല. ഇതിലിപ്പോ എന്താ അത്ര മനസ്സിലാക്കാൻ? പ്രേമിക്കുന്നവർ തമ്മിൽ ആദ്യമായിട്ടാണ് ഒളിച്ചോടുന്നത്. ഒളിച്ചോട്ടോ? അപ്പൊ ഒന്നും പറഞ്ഞിട്ടില്ലല്ലേ, സർപ്രൈസ് ആക്കി വെച്ചതാ ഈ ബേബി. അല്ല 10 മണിക്ക് വരാമെന്നല്ലേ മെസ്സേജ് അയച്ചപ്പോ പറഞ്ഞത്? എന്താ അത്ര ലേറ്റ് ആയത്? ഞാൻ വിചാരിച്ചു എന്നെ ചീറ്റ് ചെയ്തു. അങ്ങനെ ചെയ്തിരുന്നെങ്കിൽ ഈ തോക്കൊണ്ട് വെടിവെച്ച് ഞാൻ ആത്മഹത്യ ചെയ്തേനെ. അപ്പൊ ഒളിച്ചോടാനാണല്ലേ പ്ലാൻ? പിന്നെ ഇന്നെ കല്യാണം കഴിക്കാൻ പറ്റുമോ? ഇന്ന് ഓടി ആദ്യരാത്രി കഴിഞ്ഞ് നാളെ കല്യാണം. ഓഹോ, എത്ര ഇഷ്ടമുള്ള പെൺകുട്ടി അല്ലേടാ. നിങ്ങൾ തമ്മിൽ എങ്ങനെ കണ്ടുമുട്ടിയത്? അത് ഞങ്ങൾ കണ്ടിട്ടില്ലല്ലോ. ബേബി എന്നോട് പറഞ്ഞു ബേബിക്ക് ട്രൂ ലവിലാ വിശ്വാസം എന്ന്. അപ്പൊ ഞങ്ങൾ തീരുമാനിച്ചു ഞങ്ങൾ എന്ന് കാണുന്നോ അന്ന് കണ്ടാ മതി എന്ന്. അല്ലേ ബേബി? അപ്പൊ പറ എങ്ങനെയാ കാര്യങ്ങള്? ഞാൻ പറഞ്ഞ ചാണകപച്ച നിറത്തില് ചന്നാറിപ്പൂക്കളുടെ ഡിസൈനിലെ സാരി കിട്ടിയോ? നമുക്ക് പിള്ളേർ എത്ര വേണം? ആണെത്ര പെണ്ണെത്ര? എനിക്ക് 2 ആണും 2 പെണ്ണും. ഇന്നലെ നമ്മുടെ ആദ്യരാത്രിയെ കുറിച്ച് കുറച്ച് സങ്കല്പങ്ങളൊക്കെ ഉണ്ട്, പറയട്ടെ? എന്തൊക്കെയാണ് അവളീ പറയുന്നത്? എനിക്കൊന്നും മനസ്സിലാവുന്നില്ല. ഒരു കാര്യം ഉറപ്പാ, ഏതോ ഒരു മാറ്റയുടെ കൂടെ ഇറങ്ങിപ്പോകാൻ വേണ്ടിയാണ് അവൾ ഇപ്പൊ ബാഗ് എടുത്തുകൊണ്ട് ഇറങ്ങി വന്നത്. ബട്ട് അൺഫോർച്ചുനേറ്റ്ലി അത് വിട്, ഇപ്പൊ ആ മാട്ട അവളുടെ മുന്നിൽ നീയാ. ഇപ്പൊ നമ്മൾ അവളെ തട്ടിക്കൊണ്ടു വന്ന് നിന്ന് കഴിഞ്ഞാൽ അവള് നമ്മളായിരിക്കും തട്ടുന്നത്. തോക്കും കൊണ്ടൊക്കെയാ പ്രാജി നടക്കുന്നത്. ദൈവമേ, എന്ത് പരീക്ഷണമായത്! ഓരോരുത്തരെ തട്ടിക്കൊണ്ട് പോകുന്നതിട്ട് കൊതിയാവുന്നു. എന്ത് കാണിച്ചിട്ടാണെങ്കിലും വേണ്ടിയല്ല, അവളെ ഇവിടുന്ന് ഒഴിവാക്കിയേ പറ്റൂ. അല്ലെങ്കിൽ വെടിപൊട്ടു. എടാ, നീ എന്റെ നൻപനല്ലേ? ഡെഫിനറ്റ്ലി. പെങ്ങടെ കൊച്ചിന്റെ കാട്ടുവള കട്ടേന് അളിയനെ ആഞ്ഞിലി ചേർത്ത് നിർത്തി ചാർത്തിയപ്പോ നിന്നെ രക്ഷിക്കാൻ ഞാൻ വന്നത് ഓർമ്മയില്ലേ നിനക്ക്? അപ്പൊ എനിക്കൊരു പ്രശ്നം വരുമ്പോ എന്നെ സഹായിക്കേണ്ടത് നിന്റെ കടമയല്ലേ? അബ്സല്യൂട്ട്ലി. എന്നാ നീ അവളെ കാര്യം പറഞ്ഞ് മനസ്സിലാക്കുക. ഞാനിവിടെ നിൽക്കാം. പറ്റില്ല. എടാ എന്നിട്ടാണ് ആ ഉണ്ട എന്റെ മണ്ട കയറി തൊണ്ടയ്ക്ക് വരാൻ. ബേബി നേരെ എത്തുന്നു നമ്മുടെ ആദ്യരാത്രി. അണ്ണാ എന്റെ സ്കൂളോട്ടം. നീ ഇത് കണ്ടോടെ? നീ ഇപ്പൊ എന്തെങ്കിലും ഒന്ന് ചെയ്തില്ലെങ്കിൽ ഈ ആദ്യരാത്രി എന്റെ അവസാനത്തെ രാത്രിയാവും. എടാ, പട്ടിണി കിടന്ന് കുറഞ്ഞ നിന്നെ ഞാൻ ശ്രമിക്കാം, പക്ഷെ തോക്കെടുത്താൽ ഞാൻ ഓടും. ഓക്കെ ഓക്കെ. ഒഴിവാക്കാൻ വരട്ടെ. അതെന്താ? നമ്മൾ ഉദ്ദേശിച്ചാണ് കല്ല കാര്യങ്ങൾ എന്ന് വെച്ചാ അപ്പൊ കാലേ ചുറ്റിയത് വള്ളിയല്ലേ? വള്ളിയും വെള്ളിയൊന്നുമില്ല, തങ്കവാ, തനി തങ്കം. ഇനിയിപ്പൊ എന്ത് ചെയ്യും? എന്തോ ചെയ്യാൻ, അടിച്ചു മാറ്റണം, അത്ര തന്നെ. അപ്പൊ വെടി കൊള്ളാതെ നോക്കണം. എന്നാ അങ്ങനെ ഒരു പ്ലാൻ ഇട്. കൈയോടെ പിടിച്ചാലും കട്ടത് നമ്മളാന്ന് മനസ്സിലാവാത്ത സൈസ് ഒരു പ്ലാൻ. ഞാനൊന്ന് ആലോചിക്കട്ടെ. ഞങ്ങൾ കണ്ടിട്ടില്ലല്ലോ. ഇന്നലെ നമ്മുടെ ആദ്യരാത്രി
തൽക്കാലം നീ അവളുടെ വ്യാജ കാമുകനായിട്ട് അഭിനയിച്ച് ആദ്യ രാത്രി ആഘോഷിക്കാൻ എന്ന പേരിൽ നമ്മുടെ വീട്ടിലേക്ക് കൊണ്ടുപോകുന്നു. എന്നിട്ടൊരു അമ്മയുടെ സ്ഥാനത്ത് നിന്നുകൊണ്ട് ഞാൻ അവളെ പാലും കൊടുത്ത് മണിയറയിലേക്ക് കയറ്റിവിടും. നാണത്തോടെ മുറിയിലേക്ക് കയറി വന്ന അവളുടെ കയ്യിൽ നിന്ന് നീ പാല് വാങ്ങി മടമടാന്ന് കുടിച്ച് ആദ്യ രാത്രിയിലേക്ക് കടക്കാൻ തുടങ്ങിയതും പെട്ടെന്ന് കഥകളൊരു മുട്ട് ഡുണ്ടും ഡുണ്ടും. സംശയത്തോടെ വന്ന് വാതിൽ തുറക്കുന്ന നീ കാണുന്നത് എന്തിനും തയ്യാറായി മുന്നിൽ നിൽക്കുന്ന ഒരു കള്ളനെയാണ്. അല്ല അതിനാരാ കള്ളൻ? ഞാൻ തന്നെ KP അപ്പുമോൻ. ഓ കണ്ടിന്യൂ. അതിനുശേഷം ഞാൻ വന്ന് നിങ്ങൾ രണ്ടുപേരെ മാറി മാറി ഭീഷണിപ്പെടുത്തി സ്വർണ്ണം എവിടാന്ന് ചോദിക്കും. ആദ്യം അറിയില്ല എന്ന് നീ പറയണം. പെട്ടെന്ന് ഞാൻ അവളുടെ കഴുതി കത്തി വെക്കും. അപ്പൊ നീ പേടിച്ച് പറിച്ച് സ്വർണ്ണം എടുക്കുന്ന സ്ഥലം എനിക്ക് കാണിച്ചു തരണം. എടാ ഒരു സെക്കൻഡേ, ഈ സമയത്ത് തോക്കെടുത്ത് നിന്നെ അവള് വെടിവെച്ചാലോ? അത് ശരിയാണല്ലോ. എടാ പൊട്ടന്മാരെ, തോക്ക് ബാഗിനകത്തല്ലേ? ആ ബാഗല്ല അലമാരക്കകത്തിരിക്കുന്നേ. താങ്ക്സ്. യു കണ്ടിന്യൂ. അങ്ങനെ നിങ്ങളെ രണ്ടെണ്ണത്തിനെ കെട്ടിയിട്ടിട്ട് ഉള്ള സ്വർണ്ണം എല്ലാം കൂടെ എടുത്ത് ഡങ്കനൊക്കെ ഡാന്നും പറഞ്ഞ് അവിടെ നിന്ന് അങ്ങ് പോകും. ഇത് കണ്ട നീ പട്ടിച്ചോ കാണിച്ച് കെട്ടും പൊട്ടിച്ച് എന്നെ പിടിക്കാൻ പുറകെ ഓടി വരും. ശേഷം ആരുമില്ലാത്തൊരു വഴി വെച്ച് നമ്മൾ കണ്ടുമുട്ടുന്നു. സ്വർണ്ണവും പണവും എല്ലാം 50-50 ആക്കുന്നു. നാടുപിടുന്നു. എങ്ങനെയുണ്ട് എന്റെ പ്ലാൻ? ഐഡിയ നൈസാണ്, പക്ഷെ അഭിനയം കുറച്ച് ഓവർ അല്ലേ എന്നൊരു ഡൗട്ട്. പിന്നെ സ്കൂൾ ഓഫ് ഡ്രാമയിൽ നിന്ന് പാസ്സായിട്ടില്ല ഓരോരുത്തന്മാർ കക്കാൻ ഇറക്കുന്നത്. ഒന്ന് പോടാ അപ്പ. ബേബി സന്ധ്യയായി, പോവാ. വിളിച്ച് ചെല്ല് ധൈര്യമായിട്ട് ചെല്ല്. കാമുകനായിട്ട് പോയി തകർക്ക്. ഞാൻ പിന്നിലുണ്ട്. ഓ അല്ലേ? ഓ ബേബി ഐ ആം കമ്മിങ്. നന്നായി. ശേഷം ആദ്യ രാത്രി. പാൽ. കുടിക്ക്. അയ്യോ എന്തോ പറ്റി? പേടിച്ചിട്ടാ. ഇതിനൊക്കെ എന്താ ഇത്ര പേടിക്കാൻ? ബേബിക്ക് ഇത് ആദ്യം ആയതുകൊണ്ടായി ഇത്രക്ക് പേടി. അതെ ഇതെന്താ വരാത്ത? എന്താ? അല്ല ബേബി എന്താ വരാൻ വൈകിയെന്ന് ഞാൻ ചോദിക്കായിരുന്നു. കൊതിയ. അതെന്താ അവിടെ സ്ഥലമില്ലേ? ഇന്ന് നമ്മുടെ ആദ്യരാത്രിയല്ലേ? അതുകൊണ്ട് ഇങ്ങനെ ഇരുന്നാ മതിയോ? പിന്നെ എങ്ങനെ ഇരിക്കണം? ലേറ്റ് അടിക്കട്ടെ? വേണ്ട, എനിക്ക് ഇരുട്ട് പേടിയാ. ഇങ്ങനെ പേടിക്കാതെ ബേബി. വന്നു ആര് വന്നെന്ന്? ആരോ വന്നു. കഥയും കൂട്ടുന്ന കേട്ടില്ലേ? ഞാൻ പോയി തുറക്കട്ടെ. ഇവിടെ കുറച്ചു നേരം കിടക്കാം. ഈ കള്ളന്മാരൊക്കെ എങ്ങനെ രാത്രി ഇറങ്ങി നടക്കുന്നത്? അവർക്കൊന്നും പേടിയാവൂലേ? എന്റെ നടുപോയടേ. സ്വർണം ഉയർന്ന വിലക്കെടുക്കപ്പെടും. അതെടുക്കാനല്ലേ പോന്നേ? കൊണ്ടുതരാം. അയ്യോ കള്ളനെല്ലാം ഇവിടെ കൊണ്ടുപോകുന്നേ. അയ്യോ ഇവരെ കള്ളപ്പിടിയാവുന്നേ. ഇവനെവിടെ തിരക്കുന്നേ? അയ്യോ കള്ളൻ അലമാരിക്കിരിക്കുന്ന സ്വർണ്ണം എടുത്തോണ്ട് പോവല്ലേ? അലമാരിയിലിരിക്കുന്ന സ്വർണ്ണം എടുത്തോണ്ട് പോവല്ലേ? ആ കോല് മെത്തക്കടിയിലിരിക്കുന്ന അതെടുക്കരുതേ. ആ കോല് മെത്തക്കടിയിലിരിക്കുന്ന അതെടുക്കരുതേ. എടുത്തെടുത്ത് അയ്യോ എന്താ ചെയ്യും നമ്മള്? ഇടത്തോട്ട് തിരിക്കരുതേ. അയ്യോ തിരിക്കരുതേ. അയ്യോ അയ്യോ തുറന്ന് അല്ല അലമാരി തുറന്ന്. മോട്ടിക്കരുത്. ാറ്റയൊക്കെ കാണിച്ചു പോന്ന്. അയ്യോ ഇവന്റെ ഒരു ഒടുക്കത്തൊക്കെ ഇട്ട്. അയ്യോ കള്ളൻ തോ പോയി. ഞാനാ പോയി കള്ളനെ പിടിച്ചോട്ടെ. ബേബി പിടിക്കല്ലേ? എടാ കള്ളാ. ബേബി പെട്ടെന്ന് വരണേ.
അയ്യോ കള്ളൻ, അയ്യോ കള്ളൻ, അയ്യോ കള്ളൻ, അയ്യോ. അവൻ്റെ എവിടെ പോയി? അതിനിടയ്ക്ക് നീ ഡ്രസ്സൊക്കെ മാറിയോ? എന്തൊരു അഭിനയമായിരുന്നു. അവള് കിട്ടുകിട്ടാ വിറച്ചു പോയി. സാധനം വാപ്പാ. എന്തോ സാധനം? എടാ ബാഗ് എന്ത് ചെയ്യുന്നു? ബാഗ് എടുത്തില്ലല്ലോ, എടുക്കാനല്ലേ വന്നേ. എടാ അപ്പൊ റൂമിനകത്ത് വന്ന് എന്റെ നെഞ്ചി ചവിട്ടി പൊളിച്ച് ബാഗ് സ്വർണ്ണം എടുത്തോണ്ട് പോയതാരാ? ആരാ? ഞാനല്ല, ഞാനിപ്പോ മേക്കപ്പ് സെറ്റ് ആക്കിട്ട് വന്നില്ലേ ഉള്ളൂ. അപ്പൊ കാശ് തുറന്നു എല്ലാം പോയാ? പോയി. അയ്യോ, ഇനി നമ്മൾ എന്തോ കിണ്ടി വെച്ച് പണയം വെക്കും. ഹലോ ഹലോ, ഇതാരാ? നീ ബേബി ആണോടാ? അല്ല, ഞാനിപ്പോ വളർന്ന്. താൻ ആരുവാ? കൊട പറയാതെ വിളിച്ച കാര്യം പറയണോ? ഞാൻ ഷൺമുഖൻ, CA ഷൺമുഖൻ. ഗുഡ് മോർണിംഗ് സാർ. എന്താ വിളിച്ചേ? നിന്റെ കൂടെ ഇപ്പൊ അവിടെ ഒരു സ്ത്രീ ഇല്ലടാ? ഉണ്ട്. അവളെന്റെ ആരാടാ? ലവറാണ് സാർ. എന്താ സാർ ചോദിച്ചേ? എന്നാലേ അതിന്റെ ഭാര്യയാടാ നാറി. തള്ള സാർ, സാർ വിചാരിക്കുന്ന പോലല്ല. ഒരു കയ്യബദ്ധം. പല വടക റാസ്കൽ കണ്ടവന്റെ ഒക്കെ പെണ്ണും പിള്ള കണ്ണും കവളും കാണിച്ച് സ്നാപ്ചാറ്റ് എഴുതി വളച്ച് സെറ്റപ്പ് ചെയ്ത് അവർ അതിന്റെ കയ്യബദ്ധം. ഈ മാസത്തെ 4-മത്തവരാ. ബാക്കി 3 ഞാൻ മൂത്രം പിടിപ്പിച്ച വിട്ടത്. നീ നിറച്ചു വെച്ചോടാ പള്ള നിറച്ച് മൂത്രം. നാളെ രാവിലെ 10 മണിക്ക് നീയും അവള് വീട്ടിൽ നിർത്തിട്ട് പോയി 25 പവനും 5 ലക്ഷം രൂപയായിട്ട് സ്റ്റേഷനിൽ വന്നില്ലെങ്കിൽ ചാറ്റ് ചെയ്ത ആന്റിമാരെ വളയ്ക്കാൻ നിനക്ക് ഇനി ആ കൈ അവിടെ ഉണ്ടാവത്തില്ല. ഓർത്തോ നീ? ആടിച്ചേരാടി. ചേടാ, ഇതിപ്പോ മോങ്ങാനിരുന്നവന്റെ തലയിൽ മൂങ്ങ എറിഞ്ഞു തൂറിയ അവസ്ഥയാണല്ലോ. എന്നാലും ആ കാശ് എടുത്തോണ്ട് പോയവരാരായിരിക്കും? ഇത് കുറെ നേരമായിട്ട് ഇല്ല, ചെവുത്ത് പിടിച്ചിറക്കണ ഇത് എപ്പോഴും കൊണ്ട് മറന്നു വെച്ചിട്ട് എവിടെയെങ്കിലും കൊണ്ട് കളയൂല്ല.